ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കിയതിൽ ഇടപെട്ട കേന്ദ്ര വ്യോമയാന മന്ത്രാലയം സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. അതേസമയം യാത്രക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ക്ഷമാപണം നടത്തി. ജീവനക്കാരുടെ സമരത്തെ തുടർന്ന് രാജ്യത്താകമാനം 70ഓളം വിമാനങ്ങളാണ് ഇന്ന് റദ്ദാക്കിയത്. ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കാണ് കാരണമെന്നും അധികൃതർ യാത്രക്കാർക്ക് റീഫണ്ടോ പകരം യാത്രാ സംവിധാനമോ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണനും കൊച്ചിയിൽ നിന്ന് സുധീഷ് ഗോപാലുമുണ്ട്. ആദ്യം ജിഷ്ണുവിലേക്കാണ്. ജിഷ്ണു, എന്തായാലും ഇത്തരത്തിൽ രാജ്യമെമ്പാടും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളിലെ ജീവനക്കാരുടെ മിന്നൽ പണിമുടക്ക് മൂലം വിമാനങ്ങൾ റദ്ദാക്കിയത് അന്താരാഷ്ട്ര സർവീസുകളെ വരെ ബാധിച്ച ഒരു സാഹചര്യമുണ്ട്. അതിൽ എന്തായാലും കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ ഇടപെടലുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണല്ലോ ലഭിക്കുന്ന വിവരങ്ങൾ. വിശദാംശങ്ങൾ എന്താണ്? ലക്ഷ്മി, എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 70-ലധികം വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് സിവിൽ ഏവിയേഷൻ അധികൃതർ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അന്താരാഷ്ട്ര ആഭ്യന്തര വിമാന സർവീസുകളിലായി 70-ലധികം സർവീസുകൾ കഴിഞ്ഞ ദിവസം രാത്രി മുതൽ റദ്ദാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വ്യോമയാന മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തിവരികയാണ്. നിലവിൽ ഈ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളോ വ്യോമയാന മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്രയധികം സർവീസുകൾ, അതും അന്താരാഷ്ട്ര ആഭ്യന്തര സർവീസുകൾ വളരെ ചുരുങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ മുടങ്ങിയതിനാൽ ഇക്കാര്യം വ്യോമയാന മന്ത്രാലയം നിരീക്ഷിച്ചു വരികയാണ്. ഒപ്പം എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിശദീകരണം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വക്താവ് മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുള്ള ഈ വിശദീകരണത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ക്യാബിൻ ക്രൂവിലെ ഒരു വിഭാഗം വളരെ പെട്ടെന്ന് അവസാന നിമിഷം ഈ സർവീസുകളുടെ അവസാന നിമിഷത്തിൽ അസുഖം റിപ്പോർട്ട് ചെയ്തുകൊണ്ട് കൂട്ടത്തോടെ അവധിയെടുത്തതാണ് ഇത്തരത്തിൽ വിമാന സർവീസുകൾ റദ്ദാക്കുന്നതിനും നിരവധി സർവീസുകൾക്ക് കാലതാമസം എടുക്കുന്നതിനും കാരണമായിട്ടുള്ളത്. ഈ സംഭവം, ഈ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള അടിയന്തരമായ ഇടപെടലുകൾ നടത്തിവരികയാണ്. യാത്രക്കാർക്കുണ്ടായ അസൗകര്യത്തിൽ ക്ഷമ ചോദിക്കുന്നതായും ഒപ്പം അവർക്ക് പകരം സംവിധാനം, ഒന്നുകിൽ ടിക്കറ്റിന്റെ റീഫണ്ട് നൽകുകയോ അല്ലെങ്കിൽ പകരം യാത്രാ സംവിധാനം ഏർപ്പെടുത്താനും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് എയർ ഇന്ത്യ നൽകിയിട്ടുള്ള ഔദ്യോഗികമായ വിശദീകരണം. എയർ ഇന്ത്യ യാതൊരു തരത്തിലും ഇത് ഏതെങ്കിലും പണിമുടക്കാണ് എന്നുള്ള രീതിയിൽ സ്ഥിരീകരിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എയർ ഇന്ത്യ നൽകിയിട്ടുള്ള വിശദീകരണം, ക്യാബിൻ ക്രൂ അംഗങ്ങൾ യാതൊരു തരത്തിലും മുന്നറിയിപ്പ് നൽകാതെ മെഡിക്കൽ അവധി എടുത്തതാണ് ഇത്തരത്തിലുള്ള യാത്രാ സർവീസുകൾ, വിമാന സർവീസുകൾ റദ്ദാക്കുന്നതിനും നിരവധി സർവീസുകൾ വൈകി ഓടുന്നതിനും കാരണമായത് എന്നുള്ളതാണ് എയർ ഇന്ത്യ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഏതായാലും ഇത്രയധികം സർവീസുകൾ ഇന്നലെ രാത്രി മുതൽ റദ്ദായതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ വ്യോമയാന മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് എയർ ഇന്ത്യക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ലക്ഷ്മി, ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.